എൽ ജി ആയുധം താഴെ വെച്ച് പടിയിറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒത്തിരി പ്രീമിയം ഹാൻഡ്സെറ്റുകൾ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽസിൽ കിട്ടുന്നുണ്ട്. അതിലെല്ലാവരുടെയും കണ്ണുടക്കിയിരിക്കുന്ന ഒരു മുതലാണ് എൽ ജി വിങ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80,000 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഈ സ്മാർട്ട് ഫോൺ ഇപ്പോൾ വരും 30,000 രൂപയ്ക്ക് ലഭിക്കും. 30,000 രൂപയ്ക്ക് ഇത് വാല്യൂ ഫോർ മണിയാണോ? അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോൺ ആർക്കൊക്കെ സെറ്റാകും, ആർക്കൊക്കെ സെറ്റാകില്ല എന്നീ ചോദ്യങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. ആദ്യമേ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നോട് ഏറ്റവും ചോദിക്കുന്നതുമായുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാം. ഇതൊരു തട്ടിപ്പീര് പരിപാടിയാണോ? കാരണം 80,000 രൂപയുണ്ടായിരുന്ന ഫോൺ ഇപ്പോൾ 30,000 രൂപയ്ക്ക് വിൽക്കുന്നു. എൽ ജി സ്മാർട്ട് ഫോൺ ബിസിനസ് അവസാനിപ്പിക്കുകയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു രീതിയിലുള്ള സപ്പോർട്ടും തരാണ്ട് എൽ ജി അങ്ങ് മുങ്ങിക്കളയോ? എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ സംഗതി, എൽ ജി അല്പം അന്തസ്സുള്ളൊരു ബ്രാൻഡാണ്. അവർക്ക് ബ്രാൻഡ് ഇമേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത്, അവർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് 1 വർഷത്തേക്ക് വാറൻറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ 5 വർഷത്തെ സർവീസ് പീരീഡ് ഉണ്ടാവുമെന്ന്. ഈ 5 വർഷം ഫ്രീ സർവീസ് അല്ല എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലോട്ട് വരാം. 30,000 രൂപയ്ക്കുള്ള മുതൽ ഈ ഡിവൈസിനുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ പറയാൻ 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ബിൽ ക്വാളിറ്റിയാണ്. ഈ ഡിവൈസിന് ശരിക്കും നല്ല ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് ബിൽ ക്വാളിറ്റി ഉണ്ട്. കാരണം ആക്ച്വലി ഇത് എൽ ജിയുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയിരുന്നു. ഇതിന് ലോഞ്ച് ഇവൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അൾട്രാ പ്രീമിയം ആയിരുന്നു. ലോകത്തുള്ള ഏറ്റവും പ്രമുഖ എല്ലാ യൂട്യൂബേഴ്സും ഈ ഡിവൈസിൻ്റെ അൺബോക്സിങ് ചെയ്തു. അതും അറ്റ് എ ടൈം. ഇറ്റ് വാസ് റിയലി എ ബ്ലാസ്റ്റ്. ഫ്ലാഗ്ഷിപ്പ് എന്ന ടൈറ്റിൽ മാത്രമല്ല, എൽ ജി വിങ്ങിന് യഥാർത്ഥത്തിലുള്ള ഫ്ലാഗ്ഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. കാരണം അത്ര നന്നായിട്ടാണ് ഈ ഡിവൈസ് എഞ്ചിനീയർ ചെയ്തിരിക്കുന്നത്. എക്സ്പെഷ്യലി ഈ ഡിവൈസ് ബിൽഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ, അതുപോലെ തന്നെ ഇതിൻ്റെ റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹൈഡ്രോളിക് സിസ്റ്റം, അതുപോലെ തന്നെ സ്പ്രിംഗ് സിസ്റ്റം എല്ലാം വെൽ എഞ്ചിനീയർഡും വെൽ ക്രാഫ്റ്റഡുമാണ്. അതുപോലെ തന്നെ ഏകദേശം 2 ലക്ഷം തവണ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് അവർ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നും അത്രയും തവണയും അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും എൽ ജി തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൽ ജി വിങ്ങിൻ്റെ ഇന്നർ ഫ്രെയിമൊക്കെ നല്ല രീതിയിൽ എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, 2 ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് ഫോണിൻ്റെ വെയിറ്റ് കണ്ടമാനം കൂടാൻ പാടില്ല. അതിനുവേണ്ടി എൽ ജി ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ക്രാഫ്റ്റിംഗ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. എ വെൽ എഞ്ചിനീയർഡ് സ്മാർട്ട് ഫോൺ എന്ന് വേണം നമുക്ക് എൽ ജി വിങ്ങിനെ വിളിക്കാൻ കഴിയും. എൽ ജി ശരിക്കും പണിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലാഗ്ഷിപ്പ് ബിൽ ക്വാളിറ്റി എന്നത് കേവലം എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്പെക് ഷീറ്റ് മാത്രമല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ കഴിയും. അത് ഈ ഡിവൈസിന് തീർച്ചയായിട്ടും വർത്ത് ഫോർ മണി എന്നുള്ള ടൈറ്റിൽ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് 30,000 രൂപ എന്ന ഈ പുതിയ പ്രൈസ് ബ്രാക്കറ്റിൽ. മിലിറ്ററി ഗ്രേഡ് ബിൽ ക്വാളിറ്റിയും അതിൻ്റെ ഒപ്പം ഡ്രോപ്പ് മനസ്സിലാക്കുകയും അതനുസരിച്ച് സ്വയം ക്ലോസ് ആകാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പോപ്പപ്പ് ക്യാമറയും സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബോഡിയും ഇതിൻ്റെ എല്ലാം കൂടെ അഡീഷനായിട്ട് IP54 റേറ്റിങ്ങും എല്ലാം കൂടെ ആകുമ്പോഴേക്കും നല്ല രീതിയിലുള്ള ബിൽ ക്വാളിറ്റി തീർച്ചയായിട്ടും എൽ ജി വിങ്ങിനുണ്ട്. തീർച്ചയായിട്ടും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ബിൽ ക്വാളിറ്റിയാണ്. അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് ഇതിൻ്റെ പുറകിലുള്ള എഞ്ചിനീയറിംഗ് വർക്ക് നടന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഈ ഡിവൈസിനെ വാല്യൂ ഫോർ മണി ആക്കുന്ന രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറാസാണ്. 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാവിധ ഫ്ലാഗ്ഷിപ്പ് സെൻസേഴ്സും ഈ ഡിവൈസിലുണ്ട്. 64 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ, അതും OISോട് കൂടിയതാണ്. അതുപോലെ തന്നെ 12 മെഗാ പിക്സൽ ബിഗ് പിക്സൽ ക്യാമറ, അത് ഒരു ഗിംബിൾ സിസ്റ്റത്തിന് വേണ്ടിയാണ്. അതെന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ 13 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ പിൻവശത്ത് ലഭിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അറയാണ്. അതുപോലെ തന്നെ 32 മെഗാ പിക്സൽ പോപ്പപ്പ് ക്യാമറയും ഈ ഡിവൈസിനുണ്ട്. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കവേർഡാണ്. ഈ ഡിവൈസിനെ വാല്യൂ ഫോർ മണി ആക്കുന്ന മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്ന ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ 30,000 രൂപയ്ക്ക് ലഭിക്കുന്ന ഏതൊരു സ്മാർട്ട് ഫോണിനേക്കാളും അടിപൊളി ഡിസ്പ്ലേ ഈ ഡിവൈസിനുണ്ട്. സ്പെസിഫിക്കലി 6.8 ഇഞ്ച് POLED ഫുൾ വിഷൻ ഡിസ്പ്ലേ ഒരു രക്ഷയില്ല, നെക്സ്റ്റ് ലെവലായിരിക്കും. അതിൻ്റെ ഒപ്പം 4 ഇഞ്ച് സെക്കൻഡറി ഡിസ്പ്ലേയും കൂടെ ആകുമ്പോൾ ഇതൊരു വെറൈറ്റി പാക്കേജാണ്. ഇനി ഈ ഡിവൈസ് ആർക്ക് ഏറ്റവും നന്നായിട്ട് സ്യൂട്ടാകും എന്ന് പറയാം. 3 കാറ്റഗറി ആളുകൾക്ക് ഇത് സ്യൂട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ കാറ്റഗറിയാണ് മീഡിയ യൂസേഴ്സ്. അതായത് എൻ്റെ പൊന്നു ചങ്ങായി, ഞാൻ ഫോൺ മേടിക്കുന്നത് തന്നെ സിനിമ കാണാനും കുറച്ച് നെറ്റ്ഫ്ലിക്സ് സ്ട്രീം ചെയ്യാനും വേണ്ടിയാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ളവർക്ക് ഈ ഡിവൈസ് തീർച്ചയായിട്ടും സ്യൂട്ടാകും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീഡിയ കൺസെപ്ഷൻ നന്നായിട്ടുള്ള ആളുകൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുന്ന 6.8 ഇഞ്ച് POLED ഡിസ്പ്ലേ ഈ ഡിവൈസിനുണ്ട്. എൽ ജിയുടെ തന്നെ പാനലായതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ റിവ്യൂ ചെയ്ത ആർക്കും തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കംപ്ലൈൻറ്റുകളൊന്നുമില്ല.
നിങ്ങൾ ഫോൺ മേടിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ മൾട്ടിമീഡിയ കൺസപ്ഷൻ ആണെങ്കിൽ കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഈ ഒരു ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും നല്ലൊരു വാല്യൂ ഫോർ മണി ആയിരിക്കും LG വിങ്. അതുപോലെ തന്നെ നിങ്ങൾ LGനെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവർ തരുന്ന ആ പ്രോമിസ്, അതായത് 1 ഇയർ വാറണ്ടിയും അതുപോലെ തന്നെ 5 ഇയർ സർവീസ് പീരീഡും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിവൈസ് ഇപ്പോൾ 30,000 രൂപയ്ക്ക് അടിപൊളി വാല്യൂ ഫോർ മണിയാണ്. ഈ ഡിവൈസ് സെറ്റാവുന്ന രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ വ്ളോഗേഴ്സാണ്. അതിനുള്ള കാരണം ഇതിൻ്റെ ക്യാമറ അറയാണ്. വളരെ യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ 64 മെഗാ പിക്സൽ ക്യാമറയ്ക്ക് OIS ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ബിഗ് പിക്സൽ ക്യാമറ സെൻസറും കൂടി ഉണ്ട്. ഈ സെൻസർ ഉള്ളതുകൊണ്ട് LGക്ക് ഈ ഡിവൈസിനൊരു ഗിംബിൾ ഫീച്ചറും കൂടെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ, ഈ ഡിവൈസിന് 32 മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമറയും കൂടെ ഉണ്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു ക്യാമറ പാക്കേജാണ്. ഇനി ആ ഗിംബിൾ സിസ്റ്റം എന്താണെന്ന് പറയാം. LG വിങ്ങിൽ ഈ 2 വീതം കോമ്പസ് സെൻസേഴ്സ്, ഗൈറോ സെൻസേഴ്സ്, ആക്സിലറോമീറ്റേഴ്സ് എന്നിവയുണ്ട്. എന്തിനാണ് ഈ 6 സെൻസർ കോമ്പിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗിംബിൾ എങ്ങനെയാണോ ഒരു മൂവിങ് ഷോട്ടിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ LG വിങ്ങിൽ നിന്ന് വരുന്ന വീഡിയോസും സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. അതിനുവേണ്ടി ഒരു അഡ്വാൻസ് ടെക്നോളജി LG അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ LG ഒത്തിരിയേറെ ഇൻഫർമേഷൻ അവരുടെ വീഡിയോസിൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇൻ ഷോർട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു ഗിംബിൾ എങ്ങനെയാണോ വർക്ക് ആവുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിതിൻ്റെ 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ ഉപയോഗിക്കാൻ കഴിയും. എന്താണ് ഗിംബിൾ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ വ്ളോഗേഴ്സിന് ആ ചോദ്യം കാണില്ല, എനിക്കറിയാം. പക്ഷേ നമ്മൾ എന്താണ് ഗിംബിൾ എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ഇൻഫർമേഷൻ കിട്ടും. ഇൻ ഷോർട്ട്, വ്ളോഗേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫൂട്ടേജുകൾ ലഭിക്കും. അതുപോലെ തന്നെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വെച്ചിട്ട് വ്ളോഗ് ചെയ്യുമ്പോഴും ഒരു എക്സ്ട്രാ ഗ്രിപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഡിവൈസിൽ ലഭിക്കും. കാരണം അതിൻ്റെ ഫോർമാറ്റ് അങ്ങനെയാണ്. സ്ക്രീൻ മുകളിൽ ഒരു വ്ളോഗിങ് ക്യാമറയുടെ ഡിസ്പ്ലേ പോലെ ടേൺ ചെയ്തിരിക്കും. അതുപോലെ തന്നെ പോപ്പപ്പ് ആയിട്ട് നിങ്ങൾക്ക് ക്യാമറ വരുന്നതോടുകൂടി കുറച്ചും കൂടെ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ 30,000 രൂപയ്ക്ക് വ്ളോഗേഴ്സിനും യൂട്യൂബേഴ്സിനും കിട്ടുന്ന ഒരു നല്ല വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനാണ് LG വിങ്. മൂന്നാമത്തെ കാറ്റഗറി ആളുകളെക്കുറിച്ച് നമുക്ക് അല്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കാം. സന്തോഷേ, കുറച്ചൊക്കെ ഫാൻറ്റസി വേണം, എന്നാലേ ജീവിതത്തിലേക്ക് ഒരു ലൈഫ് ഉള്ളൂ. അതെ, കുറച്ച് വെറൈറ്റിയും ഫാൻറ്റസിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഡിവൈസ് തീർച്ചയായിട്ടും സ്യൂട്ടാവും. അയൺമാൻ മൂവിയിൽ റോബർട്ട് ഡൗണി ജൂനിയർ ഉപയോഗിച്ചൊരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ ഇതുപോലെ തന്നെയായിരുന്നു. അല്പം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വേണം എന്നുള്ളൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും LG വിങ്ങിനെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയും. കാരണം 30,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി ഡിവൈസാണിത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരു വെറൈറ്റി ലുക്കായിരിക്കും. പിന്നെ 21ാം നൂറ്റാണ്ടിലായതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇത് ഒരു കളക്ടേഴ്സ് ഐറ്റമായി മാറാൻ വരെ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു വെറൈറ്റി ഇനി ഒത്തിരി കമ്പനികൾ ഫോളോ ചെയ്യുമോയെന്ന് അറിയത്തില്ല. ആരറിഞ്ഞു 2-3 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇത് കളക്ടേഴ്സ് ഐറ്റം ആയി കഴിഞ്ഞാൽ നിങ്ങൾ മേടിച്ചതിനേക്കാളും കൂടിയ പൈസയ്ക്ക് വിൽക്കാൻ പറ്റും. അതൊക്കെ വിദൂര സാധ്യതകളാണ്. പക്ഷേ ആദ്യം ഇറങ്ങിയ ഐഫോണുകളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ വിറ്റു പോകുന്നുണ്ട്. അതുപോലെ നാളെ ഇതൊരു കളക്ടേഴ്സ് ഐറ്റം ആവില്ലെന്ന് ആര് കണ്ടു? ഇനി ഈ ഡിവൈസ് ആരൊക്കെ എടുക്കാതിരിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഗെയിമേഴ്സാണ്. ഗെയിമേഴ്സ് ഈ ഡിവൈസിലോട്ട് പോകാത്തതിൻ്റെ കാരണം ഒബ്വിയസ്ലി നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം. ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ 765G എന്ന് പറയുന്ന ചിപ്സെറ്റാണ് വരുന്നത്. യെസ്, ഇത് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണ്. എന്നിരുന്നാലും സ്നാപ്ഡ്രാഗൺ 765G എന്ന സ്മാർട്ട് ഫോൺ ചിപ്സെറ്റ് ഇതിൽ ഉപയോഗിക്കാനാണ് LG തീരുമാനിച്ചത്. അത് മിക്കവാറും കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം അവർക്ക് ഓൾറെഡി കുറേ ചിലവ് മറ്റ് പല കാര്യങ്ങളിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒക്കേഷണൽ ഗെയിമേഴ്സിനൊക്കെ ഓക്കെയാണ്. പക്ഷേ ഗെയിമിംഗ് തന്നെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആയിട്ട് വെക്കുന്നവർക്ക് ഈ ഡിവൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ പറഞ്ഞു വന്നത് ഗെയിമിംഗ് ഈ ഡിവൈസിൽ വൻ തോൽവി ആയിരിക്കും എന്നൊന്നുമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്ത് നമുക്ക് ഗെയിം കളിക്കാൻ കഴിയും. സ്നാപ്ഡ്രാഗൺ 765G എന്ന് പറയുന്ന ചിപ്സെറ്റ് OnePlus നോഡിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത്യാവശ്യം നല്ല പെർഫോമറാണ്. പക്ഷേ 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇനി വരാൻ പോകുന്ന ചില ലോഞ്ചുകളും വളരെ പ്രോമിസിംഗ് ആണ്. ഇനി ഗെയിമേഴ്സിന് ഈ ഡിവൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ മറ്റൊരു കാരണം, ഈ ഡിവൈസിൽ 5G സപ്പോർട്ട് ചെയ്യുമെങ്കിലും വെറും 4000 mAh ബാറ്ററി മാത്രമാണുള്ളത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ ഡിഗ്രേഡ് ചെയ്യും. രണ്ടാമത്തെ കാറ്റഗറി ആളുകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണിക്കും ലോങ് ടേം യൂസിനും ഹയർ പ്രയോറിറ്റി കൊടുക്കുന്നവരാണ്. ഈ ഡിവൈസ് വാല്യൂ ഫോർ മണി ആണല്ലോ എന്ന് പറയുന്നവരോട് തീർച്ചയായിട്ടും. എന്നാൽ ഒരു ഡിവൈസ് മേടിക്കുമ്പോൾ എല്ലാം ഹയർ എൻഡ് ആയിരിക്കണം എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇപ്പോൾ 30,000 രൂപയ്ക്ക് ഇപ്പോൾ ഉള്ള ചില ഡിവൈസുകളും ഇനി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇറങ്ങാൻ പോകുന്ന ഡിവൈസുകളും ഹെവി വാല്യൂ ഫോർ മണി ആയിരിക്കും. എക്സ്പെഷ്യലി ചിപ്പിൻ്റെ കാര്യത്തിലും ക്യാമറാസിൻ്റെ കാര്യത്തിലും 108 മെഗാ പിക്സലൊക്കെ ആയിട്ടാണ് പുതിയ ഡിവൈസുകൾ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഹൈ എൻഡ് ഫീച്ചേഴ്സും 30,000 വേണം എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് ഈ ഡിവൈസ് അത്ര സ്യൂട്ട് ആവണമെന്നില്ല.
ഇനി ലോങ് ടേം യൂസ് ഹൈ പ്രയോറിറ്റിയിലുള്ളവർക്ക് ഞാൻ അങ്ങ് ഉറപ്പിച്ച് ഇത് റെക്കമെൻഡ് ചെയ്യില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 2 വർഷത്തിന് ശേഷം ഇതിനൊരു ഡാമേജ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു റിപ്പയർ വന്നു കഴിഞ്ഞാൽ എന്താകും, അല്ലെങ്കിൽ അതിന് ഹെവി കോസ്റ്റ് ആകുമോ എന്ന് സംശയത്തിൻ്റെ ഒരു തരുമ്പെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഹാരിസ് പറഞ്ഞുകൊണ്ട് അന്ന് ഫോൺ എടുത്ത് എന്ന് എന്നോട് വന്ന് പരാതി പറയരുത്. അത് ഞാൻ ഇപ്പോഴേ ജാമ്യം എടുത്ത് നിൽക്കുകയാണ്. കാരണം എൽ ജിയുടെ പ്രൊഡക്ട്സിന് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡിസ്പ്ലേക്ക് കംപ്ലയിൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോസ്റ്റ് വന്നേക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പേടി ഉണ്ടെങ്കിൽ ഇതിലോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് വേറെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. നല്ല സ്മാർട്ട് ഫോൺസ് 30-ന് കീഴിലുണ്ട്. എന്നാൽ കുറച്ച് റിസ്ക് എടുക്കാം, കുറച്ച് ഫാൻറ്റസിയൊക്കെ വേണ്ടേ എന്നൊരു സ്പിരിറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ 30,000 രൂപ നിങ്ങൾക്ക് ചിലവഴിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിവൈസ് നിങ്ങൾക്ക് നല്ലൊരു പിക്കായിരിക്കും. കാരണം ഇത്രയും വലിയൊരു ഡിസ്കൗണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രം ലഭിച്ചതാണ്. ഇല്ലെങ്കിൽ പൊതുവേ എൽ ജി ഡിവൈസുകൾക്കൊക്കെ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്ന ഇച്ചിരി പാടുപെട്ടിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ നിങ്ങളെ വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് നൗ.